അപ്പോൾ നാട്ടിൽ വന്ന ശേഷമുള്ള ബാക്കി വിശേഷങ്ങൾ കാണണ്ടേ? എനിക്ക് പൊതുവേ ഇതുപോലത്തെ വ്ളോഗ്സൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പറമ്പിലെ കാര്യങ്ങളും പച്ചപ്പും അതുപോലെ തന്നെ വീട്ടിൽ വിറകടുപ്പ് കത്തിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേർക്ക് ഇത് കാണാനും ഇഷ്ടമാവും, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മലപ്പുറം ഭാഗത്ത് മിക്ക വീടുകളിലും രാവിലെ ഉണ്ടാക്കുന്ന ഒരേ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഒരു നീർദോശ. ഞങ്ങൾക്ക് ദോശ എന്ന് പറഞ്ഞാൽ ഈ നീർദോശയാണ്, വേറൊന്നും ദോശയല്ല. മിക്ക ദിവസവും ചിലപ്പം എല്ലാ ദിവസവും നീർദോശ തന്നെയായിരിക്കും. വല്ലപ്പോഴും മാത്രമേ പുട്ടും വേറെ എന്തെങ്കിലും ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പത്തിരി, നൈസ് പത്തിരി. അപ്പോൾ ഇവിടെ ഇപ്പോൾ നീർദോശ ഉണ്ടാക്കുകയാണ്. അതും ഇരുമ്പിൻ്റെ ചട്ടി തന്നെയാണ് നമ്മൾ നാട്ടിലുണ്ടാക്കുക. അതും അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. പിന്നെ ഞങ്ങൾ പൊതുവേ ഇവിടെ സുബീൻ്റെ സമയത്ത് തന്നെ നമ്മൾ അടുപ്പ് കത്തിക്കലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നേരത്തെ കഴിഞ്ഞാൽ പിന്നെ ചോറിൻ്റെ പരിപാടിയിലോട്ട് നോക്കാമല്ലോ. ചില സമയത്ത് ചോറും അരിയും തീമിടാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വിറകടുപ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കുകയാണ് ഫ്ലാസ്കിലോട്ടൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മൾ ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഫസ്റ്റത്തെ കുറച്ച് ദോശ കേടാവും. അപ്പം ഫസ്റ്റത്തെ കുറച്ച് ദോശ സ്റ്റവിൽ വെച്ചിട്ടുണ്ടാക്കിയിട്ടാണ് പിന്നെ അടുപ്പത്തേക്ക് മാറ്റുന്നത് കേട്ടോ. നാത്തൂനുണ്ട് ഇവിടെ വീട്ടിൽ, നാത്തൂനും മോളുണ്ട് വീട്ടിൽ. ശരിക്കും നമ്മൾ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ലേറ്റായിട്ട് കിടന്നുറങ്ങുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ദിവസം പോകുന്ന പോലെ തോന്നാറുണ്ട്. അപ്പം ഇവിടെ ഇപ്പോൾ നമ്മൾ സുബഹിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാറില്ല. പിന്നെ നമ്മൾ കുക്കിങ്ങും ബാക്കിയുള്ള പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ ആകുമ്പോൾ ഒരു ദിവസം ഒരുപാട് സമയമുള്ള പോലെ തോന്നുന്നുണ്ട്. നമ്മൾ വളരെ കുറച്ച് ദിവസത്തേക്കല്ല വന്നത്. അപ്പോൾ റോയിമോൾ അതേപോലെ തന്നെ നേരത്തെ കാലത്ത് തന്നെ എണീറ്റിട്ടുണ്ട്. അവൾക്ക് ഉറക്കം തന്നെ ഇല്ല, വേഗം എണീറ്റ് വരും. അത് അവളെ കയ്യിലുള്ള കിൻഡർ ജോയ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നാത്തൂൻ്റെ മോന് ഷാലിജ് ഉണ്ടല്ലോ, അവന് കൊണ്ടുവന്ന് കൊടുത്താണ്. അന്ന് തൊട്ടിട്ട് അവളെ കയ്യിൽ അതുണ്ട്. അത് ഉറക്കത്തിൽ പോലും അത് കയ്യിൽ നിന്ന് വിടൂല. അത് അത്രയും ഭയങ്കര ഇഷ്ടമുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ പലരും അത് എവിടെ നിന്നാണ് വാങ്ങിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡ്യൂട്ടി ഫ്രീയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ അവനിക്ക് വേറെ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്, ഷോപ്പിൽ നിന്ന്, വേറെ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഡ്യൂട്ടി ഫ്രീയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കേട്ടോ. പിന്നെ ദോശ അവിടെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ സഹായത്തിന് ആളുണ്ട്. അപ്പം അവർ ചെയ്യുന്നുണ്ട്, നമ്മളവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുമുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയാണ് കിച്ചണിലുള്ളത്. പക്ഷേ വീഡിയോയിൽ എന്നെ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. പിന്നെ പൊതുവേ ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ദിവസം തന്നെ പുറത്തു പോകും. പിന്നെ എനിക്ക് പ്രൊമോഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ഇത്തവണ മാക്സിമം പ്രൊമോഷൻസൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ ഉള്ള ആ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തവണ വന്നിട്ടുള്ളത് കേട്ടോ. 1-2 പ്രൊമോഷൻസൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കൂടുതൽ എടുക്കുന്നില്ല. കാരണം ഈ ഒരു കാരണത്താൽ നമുക്ക് വന്നിട്ടുള്ള ആ ഒരു എൻജോയ്മെൻറ്റ്. പിന്നെ അതുപോലെ നമുക്ക് വീട് പണിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പം അതെല്ലാം കൂടി ആകുമ്പോൾ നമുക്കെന്നെ ഭയങ്കര സ്ട്രെസ്ഫുള്ളാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനത്തെ വ്ളോഗ്സ് ആയിരിക്കും കുറച്ച് ഉണ്ടാവുക കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ മാന്തൽ, ഇത് നമുക്കവിടെ UAE-യിൽ കിട്ടാത്തൊരു സാധനമാണ്. ഫ്രഷ് ആയിട്ടുള്ള കിട്ടൂല, അതും ഇവിടുത്തെ ടേസ്റ്റ് ഒരിക്കലും കിട്ടൂല. അപ്പം നമ്മൾ വരുന്ന തലേന്ന് തന്നെ ഉമ്മ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടിട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങിയ ഒരു സാധനമാണ്. ഇപ്പോഴും അതുതന്നെയാണ് നമ്മളെ മെയിനായിട്ടുള്ള ഇവിടെ മീൻ കേട്ടോ. അപ്പം ഇത് പിന്നെ ഭയങ്കര ടേസ്റ്റാണ് സംഭവം. അത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത് ഫ്രൈ ആക്കിയാലും കറി വെച്ചാലും ഒക്കെ ഭയങ്കര സംഭവം തന്നെയാണ്. അത് മാത്രമാണ് നമുക്ക് UAE-യിൽ കിട്ടാത്തൊരു ഐറ്റം. അപ്പോൾ ഇത് മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് വെക്കുകയാണ്. പക്ഷേ ഞാൻ കറി ഉണ്ടാക്കുന്നത് എടുത്തില്ല, കാരണം അപ്പോഴേക്കും കറണ്ട് പോയി കേട്ടോ. ഞായറാഴ്ചയാണ് ഈ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. കറണ്ട് പോയപ്പോൾ പിന്നെ നമ്മൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കറണ്ട് ഇനി വൈകിട്ട് 5 മണിക്ക് ശേഷം വരുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം സത്യം പറഞ്ഞെങ്കിൽ ചെറിയൊരു സങ്കടമുണ്ട്, പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമുക്കിനി ഒരു പണിയും ചെയ്യണ്ടല്ലോ, കറണ്ട് പോയല്ലോ, ഇനിയൊന്നും ചെയ്യേണ്ട, അങ്ങനെ ഒരു ഫീലിംഗ് കൂടി വന്നുപോയി. അപ്പോൾ എല്ലാവരും കൂടി സംസാരിച്ചിരിക്കലും പുറത്ത് കറങ്ങലും മുറ്റത്തും തൊടുവിലൊക്കെ ആയിട്ട് അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പുളിയൊക്കെ കഴിക്കുകയാണ്. റീനുവിന് ഭയങ്കര ഇഷ്ടമാണ് പച്ചപ്പുളി. അത് മരത്തിൽ നിന്ന് എടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ പിന്നെ
എന്താ പറയുക, പറമ്പിൽ കുറേ ഇങ്ങനത്തെ ഇലകളൊക്കെ ഉണ്ട്. അപ്പം ഇക്ക വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുല്ലല്ലാത്ത വേറെ എന്ത് കിട്ടിയാലും ഇല കിട്ടിയാലും എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇക്കാക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇതിപ്പം പയറിൻ്റെ ഇലയാണ്. അപ്പം അതൊക്കെ കേടായിട്ടുള്ള ഇലകളൊക്കെ ഉണ്ട്, മീൻസ് നല്ലതൊന്നും കിട്ടിയില്ല, എന്നാൽ പോലും അതും വിടണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഈ പയറിൻ്റെ ഇല വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാറുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മാക്സിമം കിട്ടുന്നതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുകയാണ് പറമ്പിൽ നിന്ന്. അപ്പോൾ ഇത് അത്രേ കിട്ടിയുള്ളൂ. പിന്നെ നമ്മളിവിടെ വന്ന ശേഷം നമ്മൾ വെജിറ്റബിൾസ്, അതായത് ഈ ഉപ്പേരിക്കായിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. വെണ്ടയ്ക്ക, പയർ, അതൊന്നും വാങ്ങിക്കാറില്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പം കുറച്ച് താള് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇക്കാൻ്റെ ബ്രദറിൻ്റെ മക്കളാട്ടോ. അപ്പോൾ നമ്മൾ പറമ്പിൽ നിന്ന് അകത്ത് കയറിയപ്പം ഉമ്മ വാഴക്കൂമ്പ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ അത് അരിയുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഉമ്മ കയ്യിൽ വെച്ചിട്ടാണ് അരിയുക കേട്ടോ. അപ്പം നമ്മളാണെങ്കിൽ കട്ടിംഗ് ബോർഡൊക്കെ വെച്ചിട്ടാണ് ചെയ്യൽ. പിന്നെന്താ, അപ്പോഴേക്കും ഗ്യാസ് വന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് മാറ്റി. അപ്പോൾ കറക്റ്റ് സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് വെറുതെ വീഡിയോ എടുത്തതാണ്. നമ്മളെ വീട്ടിലെ ഓരോ വിശേഷങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തെന്നുള്ളൂ. പിന്നെ ഈ ഒരു സംഭവം ഇക്ക മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ, എനിക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു സാധനമാണത്. അപ്പോൾ ഇക്കാക്കാണെങ്കിൽ ഇഷ്ടം കേട്ടോ, ഇക്ക ഇരുന്ന് കഴിക്കാറുണ്ട്. അപ്പം അതൊന്ന് അറക്കണം. അപ്പോൾ നമ്മളെ വീടെന്ന് പറയുന്നത് ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് പറമ്പൊക്കെ എടുക്കുന്നത്. അപ്പം ഇത് അറുത്തിട്ട് നമ്മൾ താഴെ പോയിട്ട് പൊട്ടിച്ച ശേഷം താഴെ പോയിട്ട് എടുക്കണം. അപ്പോൾ അതിങ്ങനെ പൊട്ടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ വലിയ തോട്ടിയൊന്നും വേണ്ട ആവശ്യമില്ല, നമ്മൾ ഹൈറ്റിലുള്ളതുകൊണ്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ അത് പോയിട്ട് എടുക്കുവാണ് ഇക്ക. ഇതിന് ഇവിടെ കോമൺ ആയിട്ട് പറയുന്നത് മാതോളി നാരങ്ങ എന്നാണ് തോന്നുന്നു. അപ്പോൾ ഭയങ്കര പുളിയാണ് സംഭവം. അപ്പോൾ ഇക്ക കാണത് ഇരുന്ന് കഴിക്കുന്നു. ഇവിടെ ഇക്ക മാത്രം തന്നെ ഇത് കഴിക്കാറുള്ളൂ. പക്ഷെ നല്ലതാട്ടോ കഴിക്കുന്നത്, ഷുഗറുള്ളവർക്കൊക്കെ ഭയങ്കര നല്ലതാണ്. ഒരു ദിവസം ഇത് വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. നെല്ലിക്കൊക്കെ ചേർത്തിട്ടുള്ളൊരു ജ്യൂസായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഉപ്പൊക്കെ ചേർത്തിട്ട്. അപ്പം എനിക്ക് ഓർക്കുന്നില്ല ഞാൻ അത് എന്തൊക്കെയാണ് കാട്ടി ഉണ്ടാക്കിയതാണെന്ന്. അപ്പം ആ ടേസ്റ്റ് എങ്ങനെയൊക്കെയോ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയത്, പക്ഷെ അന്ന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. നമ്മൾ നാട്ടിലിങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു വെപ്രാളായിരിക്കും, എന്താ ഉണ്ടാക്കേണ്ടത്, എന്താ കഴിക്കേണ്ടതെന്നൊക്കെ. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഈ നമ്മൾ പറമ്പിലൊക്കെ ഉള്ള സാധനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, മക്കൾക്കാണെങ്കിലും ഇക്കാക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ. അപ്പോൾ മത്തൻ്റെ ഇല, ഇത് എൻ്റെ ഉപ്പ കൊണ്ടുവന്നതാണ്. ഇക്ക ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മത്തൻ്റെ ഇല എവിടെ കിട്ടിയാലും എടുത്തോളി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത്യാവശ്യം ഉണ്ടായിരുന്നു, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. പിന്നെ അത് ഭയങ്കര ഇഷ്ടമാണ്. റീനൊക്കെ പറയും ചോക്ലേറ്റ് ഇല എന്നാണ് പറയുക അതിന്. ഭയങ്കര ഇഷ്ടമാണ്, മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് കേടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കെട്ടായിട്ട് ഉമ്മ എടുത്ത് വെക്കുക കേട്ടോ. നമ്മളിങ്ങനെ പരത്തി വെച്ചാൽ ചിലപ്പോൾ കേടുവരും, അപ്പം ഓരോ സെറ്റായിട്ട് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പുറത്തുനിന്ന് എടുത്തല്ലോ പയറിൻ്റെ ഇല, ഇനിയിപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് കഴുകുന്നതിന് മുമ്പ് ഉമ്മ പറഞ്ഞു ആദ്യം ഇത് അരിഞ്ഞെടുക്കുക, അതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്താൽ മതിയെന്ന്. അപ്പോൾ ഇതും അരിയുന്നത് ഉമ്മാൻ്റെ ഒരു സ്റ്റൈലിലാണ് കേട്ടോ. ഞാനാണെങ്കിൽ കട്ടിംഗ് ബോർഡൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഉമ്മ കയ്യിലൊക്കെ എന്തൊക്കെയോ തുണിയൊക്കെ ചുറ്റിയിട്ട് ഇതാ ഇങ്ങനെ അരിയുക. പിന്നെ ഇവിടെ പയറിൻ്റെ ഇല ഉണ്ടാക്കുമ്പോൾ കുക്കറിൽ വേവിച്ചിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ചമ്മന്തിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഗുണമൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ അതൊന്നും അറിയില്ല. അപ്പോൾ പപ്പായ തൊലിയൊക്കെ കളഞ്ഞിട്ട് പപ്പായ കറി ഉണ്ടാക്കുകയാണ്, പപ്പായ തൈര് കറി ഉണ്ടാക്കുക കേട്ടോ. അതിനായിട്ട് പപ്പായ അരിഞ്ഞെടുക്കുകയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പ്രൊമോഷൻസൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യൂ, നല്ല വിശേഷങ്ങളൊക്കെ എന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ.
എന്ന് വിചാരിച്ചു ഇൻഷാ അല്ലാ. പിന്നെ ഇതാ പപ്പായ ഞാൻ പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുത്തത്. കാരണം ഇക്ക ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പായ നന്നായിട്ട് ഉടഞ്ഞോട്ടെ എന്ന്. അപ്പോൾ പിന്നെ കുക്കറിൽ ഒന്നായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്ത് അതിനുശേഷം ചട്ടിയിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങ, ചെറിയ ജീരകം, ചെറിയ ഉള്ളി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് തൈര് ഒരു 1/4 കപ്പ്, നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/4 കപ്പ് മതി, ഒന്നങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്തിട്ട് പിന്നെ ഒന്ന് തിള വന്നാൽ മതി കേട്ടോ. ലാസ്റ്റാണ് തൈര് ചേർക്കുന്നത്. അപ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പപ്പായ തൈര് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കടുക് പൊട്ടിക്കണം. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക്, ഉലുവ പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലേക്ക്. അപ്പോൾ നമ്മുടെ തൈര് കറിക്ക് നല്ലൊരു കളറായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കോമൺ ആയിട്ടുള്ള കറികളൊക്കെ തന്നെയാണ്. എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ആ ഒരു സ്റ്റൈലിൽ കാണണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പയറിൻ്റെ ഇല അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകിയെടുക്കണം, ഒരുപാട് തവണ കഴുകിയെടുക്കണം. അതിന് ശേഷം അത് പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് വേവിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല വെള്ളം ഉണ്ടതില്ല. അപ്പോൾ ഇത് നമ്മൾ കൈകൊണ്ട് ആ ചൂടോട് കൂട്ടണം, നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക, ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിൽ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പം അത് എനിക്ക് കറക്റ്റായിട്ട് പറയാനറിയില്ല. എന്നിട്ട് അത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ചമ്മന്തി ഉണ്ടാക്കുമല്ലേ, മുളകും, ചെറിയ മുളകും, ചീനാമുളക് കേട്ടോ, അതായത് കാന്താരി മുളകും ചെറിയ ഉള്ളിയും തേങ്ങയും കൂടി ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്ത ശേഷം, ചതക്കല്ല ഒന്നിങ്ങോട്ട് എന്താ പറയുക ചമ്മന്തി പോലെ ആക്കിയ ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് സംഭവം. ഒരേ ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പയറിൻ്റെ ഇല വേണ്ടി വരും. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് ചമ്മന്തി മാറ്റി വെച്ചിട്ടുണ്ട് ചോറിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് ചമ്മന്തി എടുത്തിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പയർ ഇല തോരൻ കേട്ടോ. ഞാൻ മുമ്പ് എപ്പോഴോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ UAE നമ്മളെ മൈക്രോ എന്താ പറയുക ഇതുണ്ടല്ലോ, മൈക്രോ ഗ്രീൻസ് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അത് നേരെ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചമ്മന്തിയാക്കി എടുക്കല്ല ചെയ്യുക. അത് അധികം വേവൊന്നും ഇല്ലാത്തല്ലേ. മൈക്രോ ഗ്രീൻസ് വെച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ കൂട്ടാനുകൾ ഇതൊക്കെയാണ്. ചോറ്, പപ്പായ തൈര് കറി, പിന്നെ മീനാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. മുള്ളുവാള, പിന്നെ മാന്തൾ, പിന്നെ നെയ്വാള, പിന്നെ ഈ പയറിലെ തോരന്, പിന്നെ മറ്റേ ഇതുണ്ടല്ലോ തോരന, ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ, പപ്പടം. പിന്നെ ഇവിടെ എല്ലാവരും അപ്പുറത്ത് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വല്ലാണ്ട് പറ്റിയില്ല. അവരൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് മാത്രമേ അധികം എനിക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ മാന്തൾ അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. നമ്മൾ മാന്തൾ എന്നാണ് പറയുക. ചില ഭാഗത്ത് നങ്ങുന്ന അങ്ങനെ എന്തോ തോന്നുന്നു പറയുന്നത്. അപ്പോൾ മാന്തൾ ഇഷ്ടമുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫിഷാണ് മാന്തൾ. അത് ഇനി എത്ര കഴിച്ചാലും മടുക്കില്ല. അത് മാന്തൾ ഇങ്ങനെ ഫ്രൈ ആക്കി കഴിക്കണം കേട്ടോ, അത് പ്രത്യേക ടേസ്റ്റാണ്.